ഈ വർഷം പുറത്തിറങ്ങുന്ന പ്രണവിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഡൈസറ എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ കഴിഞ്ഞ 5 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് പരിശോധിക്കാൻ നമുക്ക് നിമിഷമില്ലാതെ ഒരു കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഡൈസറ എന്ന് പറഞ്ഞ സിനിമ. അതും ബ്രഹ്മയുഗം സിനിമയ്ക്ക് ശേഷം മമ്മൂക്കയായിട്ടുള്ള. പിന്നെ ക്രിസ്റ്റോ സേവ്യറാണ് സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ നായകൻ നമ്മുടെ പ്രണവ് മോഹൻലാലാണ്. സിനിമ റിലീസിന് വന്ന ഹലോവിൻ പ്രമാണിച്ച് ഒക്ടോബർ 31 പ്രീമിയർ ഷോയിൽ മാത്രം സിനിമയ്ക്ക് നല്ലൊരു അഭിപ്രായങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ആദ്യ ദിവസ കളക്ഷനിലോട്ട് നല്ല പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്രോക്സ് സിനിമയ്ക്ക് നല്ലൊരു ഓപ്പണിംഗും ആയിരുന്നു വേൾഡ് വൈഡ് ആദ്യ ദിവസം കാണാൻ സാധിച്ചത്. എന്തായാലും സിനിമയുടെ ബോക്സ് ഓഫീസിലോട്ട് തന്നെ പോകാം. ഇതിനു മുമ്പ് സിനിമ കണ്ടവരൊക്കെ സിനിമയുടെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുക. എന്തായാലും കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക്. സിനിമ റിലീസിന് മുമ്പ് പ്രീമിയർ ഷോസ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ വെളിയിലുമായിട്ട്. അങ്ങനെ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ മാത്രം സിനിമയ്ക്ക് ഓൾമോസ്റ്റ് ഈ പ്രീമിയർ ഷോയിൽ മാത്രം 83 ലക്ഷമാണ് കാണാൻ സാധിച്ചത്. പിന്നെ ആദ്യ ദിവസം നോക്കുകയാണെങ്കിൽ സിനിമ ആ ഒരു പ്രീമിയർ ഷോന് ശേഷം ഫസ്റ്റ് ഡേ ഓൾമോസ്റ്റ് 3,85,00,000 പിന്നീട് കാണാൻ സാധിച്ചത്. പിന്നെ രണ്ടാം ദിവസം നോക്കുകയാണെങ്കിൽ 4,86,00,000, മൂന്നാം ദിവസം 5,84,00,000. സിനിമയ്ക്ക് നല്ലൊരു ഞായറാഴ്ച കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്, ഓൾമോസ്റ്റ് 5,84,00,000 പിന്നെ നാലാം ദിവസം വരുന്ന തിങ്കളാഴ്ചയാണ് അപ്രോക്സ് ആയിട്ട് 2,90,00,000 കാണാൻ സാധിക്കുന്നത്. പിന്നെ ചൊവ്വാഴ്ചത്തെ കളക്ഷനാണ് അഞ്ചാം ദിവസം, ഓൾമോസ്റ്റ് 2,35,00,000 സിനിമ ചൊവ്വാഴ്ച നേടിയെടുത്തത്. അങ്ങനെ കഴിഞ്ഞ 5 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിന് മാത്രം 20,63,00,000 കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഡൈസറ എന്ന് പറഞ്ഞ സിനിമയുടെ കഴിഞ്ഞ 5 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ്. ആദ്യ ആഴ്ചയിൽ തന്നെ സിനിമ ഓൾമോസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് വീക്കെൻഡ് തന്നെ ഓൾമോസ്റ്റ് 15 കോടി സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു റെസ്പോൺസിലൂടെ മാത്രം. പിന്നീട് വന്ന 2 ദിവസം കൊണ്ടാണെങ്കിലും ഓൾമോസ്റ്റ് 5 കോടിന് മുകളിൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് തന്നെ സൂപ്പർ ഹിറ്റിലോട്ട് പോകാൻ ഓൾമോസ്റ്റ് ഉറപ്പിച്ച് പറയാൻ സാധിക്കും നമുക്ക്. ഇനി റെസ്റ്റ് ഓഫ് ഇന്ത്യയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മറ്റു ഭാഗത്തേക്കായിട്ട് പടത്തിന് 5,42,00,000 കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്ത കളക്ഷൻ റിപ്പോർട്ട് ഓവർസീസ് ആണ്. നമ്മുടെ ഡൈസറ സിനിമയുടെ ഇന്ത്യയുടെ വെളിയിലെ കളക്ഷൻ, ഓവർസീസ് കളക്ഷൻ ഓൾമോസ്റ്റ് 22,65,00,000 സിനിമയുടെ ഓവർസീസിൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് കഴിഞ്ഞ 5 ദിവസം കൊണ്ട് സിനിമ 48,07,00,000 കാണാൻ സാധിക്കുന്നത്. പ്രണവിന്റെ റീസെന്റ് പുറത്തിറങ്ങിയ ഹൃദയപൂർവ്വമാണെങ്കിലും അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഇപ്പൊ പുറത്തിറങ്ങുന്ന ഡൈസറ ആണെങ്കിലും ഓൾമോസ്റ്റ് 50 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക്. അങ്ങനെ നോക്കുമ്പോൾ പുള്ളിക്കാരന്റെ ഒരു ഹാട്രിക് ആവാൻ പോകുന്ന സിനിമയും കൂടിയാണ് നാളത്തെ 50 കോടി ആയിരിക്കും നമ്മുടെ ഡൈസറ എന്ന് പറഞ്ഞ സിനിമ. നാളെ ഒഫീഷ്യലായിട്ട് സിനിമ 6ാം ദിവസം 50 കോടി ക്ലബിൽ ഇടം പിടിക്കാൻ പോവുകയാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഡൈസറ സിനിമേന്റെ ഒരു ഒഫീഷ്യൽ 50 കോടി പോസ്റ്ററിനായിട്ട്. എന്തായാലും എത്ര പേരാണ് സിനിമ കാണാൻ പോയത്, സിനിമയുടെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുക. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ഡൈസറ സിനിമേന്റെ കൂടുതൽ ബോക്സ് വൈസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. നിമിഷമില്ലാതെ ഇത് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ചെയ്തിട്ട് ഫോളോ ചെയ്ത് പോയി ഫോളോ ചെയ്യുക. കൂടുതൽ സിനിമ വാർത്തകൾ വേഗം അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കും ഇൻസ്റ്റാഗ്രാം പേജിലൂടെ.